നഗരവികസനത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഊർക്കടവ്, വാഴക്കാട്, എടവണ്ണപ്പാറ പഞ്ചായത്തിലെ വ്യാപാരികൾ ക്രൂശിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ വ്യാപാരി സമൂഹം എന്ന് പറയുന്നത് നഗരവികസനത്തിന് ഒരിക്കലും എതിരല്ല. നഗരവികസനത്തിൻ്റെ ഭാഗമായി ഇതിനു മുമ്പൊക്കെ ഇവിടെ പൊളിക്കൽ നടന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സുരേഷ് കുമാർ നേതൃത്വം നൽകിയ ഒരു മാർക്കിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മാന്യമായിട്ട് എടവണ്ണപ്പാറയിലും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അത് പൊളിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ അടുത്ത ദിവസം നമ്മുടെ ഈ പറയപ്പെട്ട എടവണ്ണപ്പാറ, ഊർക്കടവ്, അതുപോലെ വാഴക്കാട് പ്രദേശങ്ങളിലൊക്കെ മാർക്ക് ചെയ്യുകയും പൊളിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതിലും ഞങ്ങൾ പഞ്ചായത്തിനോടൊപ്പം തന്നെയാണ് നിന്നു കൊടുത്തത്. പക്ഷെ അതിനുശേഷം അത് പൊളിച്ച് അതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും മറ്റൊരു പൊളി എന്ന് പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായും ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരും. കാരണം ഞങ്ങൾ വ്യാപാരികൾ ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരു പരിസരത്ത് നിന്നും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാറിക്കൊടുത്ത് വീണ്ടും 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 ഞങ്ങൾ മാറിക്കൊടുക്കുമ്പോൾ ഞങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പഞ്ചായത്ത് പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഞ്ചായത്തിന് ഗതാഗതത്തിൻ്റെ പേരിൽ, ഗതാഗത തടസ്സത്തിൻ്റെ പേരിൽ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കാൻ മാത്രമല്ല പഞ്ചായത്ത് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാ റോഡുകളിലും ഇരുഭാഗത്തുമായി ഓട്ടോറിക്ഷ പാർക്കിംഗ് നടത്തുന്നത് അത് ഗതാഗതക്കുരുക്കല്ലേ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആ ഗതാഗതക്കുരുക്ക് രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ രണ്ട് ലൈനായൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ഈ ഓട്ടോറിക്ഷകളെ പ്രത്യേകം പുനരധിവസിപ്പിക്കുവാനും അവർക്ക് വേണ്ട പ്രത്യേക പാർക്കിംഗ് സ്ഥലം കണ്ടെത്താനും പഞ്ചായത്ത് തയ്യാറാകണം. അതുപോലെ തന്നെ പഞ്ചായത്ത് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിനകത്ത് ഹരിതകർമ്മ സേനാ അംഗങ്ങൾ അവർ സംഭരിക്കുന്ന വേസ്റ്റുകൾ, ആ മാലിന്യങ്ങൾ മൊത്തം കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിനകത്ത് കൂട്ടിയിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളക്കെട്ടുകൾ, പഞ്ചായത്തിൻ്റെ മുമ്പിൽ തീർക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇവിടുത്തെ ഗതാഗത കുരുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വ്യാജേന പഞ്ചായത്തിൻ്റെ ഭരണ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു നീക്കമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത്തരം നീക്കങ്ങളെയൊന്നും, അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനാ നേതാക്കളെ ഒറ്റപ്പെട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഞങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല. ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോട് താഴ്മയായി അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ നിലനിന്നു പോകേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അവിടെ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ പറയപ്പെടുന്ന സ്ഥലത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നതിലൂടെ നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകും എന്നുള്ളത് പഞ്ചായത്തിലെ അധികൃതരും ഭരണസമിതി അംഗങ്ങളും മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങളോട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ചെയ്യേണ്ട അടിയന്തരമായ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യേണ്ടതും, അല്ലാത്ത പക്ഷം പഞ്ചായത്തിനെതിരെയുള്ള ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റികളും ഞങ്ങൾ ജില്ലാ കമ്മിറ്റികൾ അടക്കം ഇതിന് ശക്തമായി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ സമരത്തെ നയിക്കും എന്നുള്ളത് ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതോടൊപ്പം വരുന്ന ദിവസങ്ങളിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാഴക്കാട്, എടവണ്ണപ്പാറ, ഊർക്കടവ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആരംഭിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. ട്രാഫിക് കുരുക്കിന്റെ കാരണം കൊണ്ടാണ് ഇവിടെ പൊളി നടത്തുന്നത് എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ട്രാഫിക് കുരുക്കിന്റെ ഭാഗമായിട്ട് ട്രാഫിക് കുരുക്ക് പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു പൊളി നടക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഈ പൊളിച്ചതിന് എന്താണ് രേഖ ഉള്ളത്? ആദ്യം അല്ല, ഞാൻ ചോദിക്കുന്ന ചെപ്പങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ട്രാഫിക് കുരുക്ക് പരിഹരിക്കാനാണ് ഇവിടെ എടവണ്ണപ്പാറയിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പൊളിക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? ഗ്രാമപഞ്ചായത്ത് രേഖാമൂലമോ അല്ലെങ്കിൽ നിങ്ങൾ തന്നോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. രേഖാമൂലം ഈ പൊളിക്കുന്നതിന് തന്നിട്ടില്ല. ഇല്ല. ഓക്കെ. രേഖാമൂലം തന്നിട്ടില്ലാണ്ടെങ്കിൽ ഇതിന്റെ ഹിഡൻ അജണ്ട എന്താന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞാൻ ചോദിക്കുന്നത്, അനധികൃത കയ്യേറ്റം അല്ലെങ്കിൽ ഇറക്കിക്കെട്ടൽ, ആ ഇറക്കി കെട്ടിയത് ഒഴിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിയമപരമായി ശരിയാണോ അല്ലെങ്കിൽ അതിനെ നമുക്ക് എതിർക്കേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായും നിയമപ്രകാരം അനധികൃതമായി ഇറക്കി കെട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിച്ചു കൊടുക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്.
ഒരിക്കൽ നീക്കപ്പെട്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നീക്കം ചെയ്തിട്ടുണ്ട്, അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്കറിയാലോ, വീണ്ടും ആദ്യം മാർക്ക് ചെയ്തു, യെല്ലോ ലൈൻ ഇട്ടു, വീണ്ടും മാർക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഇനി ഒരു കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും വന്ന് ബിൽഡിങ്ങിന്റെ അകത്ത് പോയി അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് പോയിട്ട് വീണ്ടും ഒരു മാർക്ക് ഇടുമ്പോ അതാണോ, ഏതാണ് ഇതിന്റെ രേഖ അടിസ്ഥാനമായിട്ടുള്ളത് എന്നുള്ള നിലവിൽ അപ്പോൾ മാർക്ക് ചെയ്ത എല്ലാ സ്ഥലങ്ങളും ഇവിടെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അല്ല, മാർക്ക് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ പൊളിച്ചിട്ടുണ്ടല്ലോ. ചില അല്ല, അങ്ങനെയല്ല. നിങ്ങൾ ചോദ്യം മാത്രം ചോദിക്കില്ല, ഞങ്ങൾ മറുപടി കൂടി പറയട്ടെ. ആദ്യം മാർക്ക് ചെയ്തു, അത് പൊളിക്കപ്പെട്ടു. എത്ര മുമ്പ് ഇവിടെ പൊളിച്ച് അതെ മാറ്റി കൊടുത്തു. ഇനി അടുത്ത അതേ ബിൽഡിങ്ങിൽ പോലത്തെ കെട്ടിടങ്ങൾ പോയിട്ട് വീണ്ടും മാർക്ക് ചെയ്യപ്പെടുകയാണ്. ആ വീണ്ടും മാർക്ക് ചെയ്യപ്പെടുമ്പോൾ അതും ഞങ്ങൾ ഇതേമാതിരി പൊളിച്ചു കൊടുക്കണം എന്നാണോ നിങ്ങൾ പറയണത്? കാരണം അപ്പൊ ആദ്യം പൊളിച്ചു കൊടുത്തത് എന്തിനാണ്? ആദ്യം നീക്കം ചെയ്യപ്പെട്ടത് എന്തിനാണ്? അത് മാന്യമായിട്ട് അതിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ട ആളുകൾ നീക്കം ചെയ്തപ്പെട്ട് കൊടുത്തു. വീണ്ടും വന്ന് വീണ്ടും മാർക്ക് ചെയ്ത് വീണ്ടും ഏകദേശം ഒരു 1.5 മീറ്ററോളം അകത്തേക്ക് വലിച്ചിട്ട് ഇതാണ് ഈ ഒരാഴ്ചന്റെ അകത്ത് ഇതാണ് പുതിയ അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഇനി 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് അടുത്തൊരു 1.5 മീറ്റർ കാണിക്കും. അപ്പൊ പഞ്ചായത്തിന്റെ അടുത്ത് ഇതിന്റെ രേഖയില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. അത് മാത്രമല്ല, ഈ സാധനം അനധികൃതമല്ല, ഇത് കയ്യേറ്റല്ല. കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുള്ള ഉടമകൾ ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ചെയ്തതായിരിക്കും, ഞങ്ങൾക്കറിയില്ലല്ലോ. അങ്ങനെയാണുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട സ്കെച്ച് എന്തുകൊണ്ട് പഞ്ചായത്ത് ഹാജരാക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പഞ്ചായത്ത് എന്തുകൊണ്ട് സ്കെച്ച് ഹാജരാക്കുന്നില്ല? പഞ്ചായത്തിനെ ഈ വൈഡനിങ്, അതായത് ഇതില് നമ്മള് കുടിയേറ്റം നമ്മൾ അനധികൃതമായി ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ രേഖ പഞ്ചായത്തിന് എവിടുന്ന് കിട്ടി? പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ PWD കൊടുത്തോ, വില്ലേജ് കൊടുത്തോ, അല്ലെങ്കിൽ താലൂക്കിന്ന് കൊടുത്തോ എന്നുള്ളത് പഞ്ചായത്ത് നയം വ്യക്തമാക്കട്ടെ. എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ പഞ്ചായത്ത് ആ രേഖ സമർപ്പിക്കട്ടെ. ആദ്യം മാർക്ക് ചെയ്തതിലും മാന്യമായി പൊളിച്ചു നീക്കപ്പെട്ടു. നഗര വികസനത്തിന്റെ ഭാഗമായിട്ട് കുറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് പഞ്ചായത്തിന് അർഹതപ്പെട്ട സ്ഥലമാണെങ്കിലല്ലോ അങ്ങനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ മാറ്റി കൊടുക്കേണ്ടത്. ഇപ്പോ ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്ഥലത്ത് പഞ്ചായത്ത് വന്നാണ് മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് ഫുള്ള് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈവേ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല, പഞ്ചായത്തിന്റെ അലൈൻമെന്റ് പ്രകാരം അവിടെ ഇല്ലാണ്ടെങ്കിൽ അത് നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കൂലല്ലോ. നിലവിൽ അവിടെ വിട്ടുകൊടുത്തിട്ടുണ്ട്. വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കഴിഞ്ഞ ആഴ്ച വന്ന് പുതിയ മാർക്കിംഗ് കിട്ടുക. ആ പുതിയ മാർക്കിംഗ് എന്ന് പറയുന്നത് 1 ഇഞ്ചോ 2 ഇഞ്ചോ 3 ഇഞ്ചോ അല്ല, മീറ്ററുകളോളം അകലത്തിലാണ് അത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വ്യാപാരികള് അനധികൃതമായി കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, നിലവില് വ്യാപാരികൾ പ്രക്ഷോഭത്തിന് എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് കണ്ടിട്ടുണ്ട്. പ്രക്ഷോഭത്തിന് ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടോ? പ്രക്ഷോഭത്തിന് പഞ്ചായത്തിലേക്ക് മാർച്ചോ മറ്റങ്ങനെ എന്തെങ്കിലും? അതായത് നിലവില് ഇവിടുത്തെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ പെരുമാറ്റടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം പരാതിയുണ്ട്. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയണത്. ഇവിടുത്തെ പൊതുജനത്തിന് എപ്പോഴും ആശ്രയിക്കേണ്ട ഒരു സ്ഥലമല്ലേ പഞ്ചായത്ത്. ആ പഞ്ചായത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥര് മാന്യമായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് ആ പഞ്ചായത്ത് ഭരണസമിതി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉദ്യോഗസ്ഥർ മാന്യമായിട്ട് പെരുമാറിയിട്ടില്ലാണ്ടെങ്കിൽ അതിന്റെ ദോഷം ആർക്കാ? പഞ്ചായത്തിന്റെ ഭരണസമിതിക്കാണ് അതിന്റെ ദോഷം. കാരണം ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് മോശമായിട്ട് പറയുമ്പോൾ ഞാനൊരു പൗരനാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അടക്കുന്ന നികുതികളാണ് ഈ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ട് വരുന്നത്. ഞങ്ങൾ കച്ചവടക്കാര് ഉപഭോക്താക്കളെ കയ്യിൽ നിന്ന് സാധനം വിൽക്കുമ്പോൾ പിരിച്ചെടുക്കുന്ന നികുതി ഞങ്ങൾക്കൊരു ശമ്പളം തന്നിട്ടല്ല ഞങ്ങൾ സർക്കാരിലേക്ക് കൊണ്ടുപോയി ഖജനാവിലേക്ക് അടക്കണത്. ഞങ്ങളത് സർക്കാർ ഖജനാവിലേക്ക് അടച്ചിട്ട് അത് നികുതി പണമായി വന്നിട്ടാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ അവർക്ക് ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ. ഉദ്യോഗസ്ഥരുടെ അടുത്തുനിന്ന് മോശമായി വന്നിട്ടുള്ളത് നിങ്ങൾ രേഖാമൂലം പഞ്ചായത്ത് ഭരണസമിതിക്കോ അല്ലെങ്കിൽ മേലധികാരികൾക്കോ പരാതി നൽകിയിട്ടുണ്ടോ? ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം വളരെ മോശമായ പെരുമാറ്റം. വ്യാപാരികൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ അവിടെ പണ്ടത്തെ രാജവാഴ്ച പോലെ, ഇപ്പൊ ക്രൂരമായ രാജവാഴ്ച പോലെയാണ് ചില ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഉദ്യോഗസ്ഥന്റെ പ്രതികരണത്തിൽ തെറ്റായ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ എവിടെയെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഒറ്റപ്പെട്ട് ആക്രമിക്കാൻ നമുക്ക് ഉദ്ദേശമില്ല. പക്ഷേ നമ്മൾ ഒരു തെറ്റായ സമീപനം കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരും. സ്വാഭാവികമായും നമുക്ക് അവർക്കൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കുമല്ലോ, നിങ്ങൾ ഒന്ന് മാറണം, സ്വഭാവം മാറണം. കാരണം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരായ ആളുകൾ വരുമ്പോൾ അവരെ സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനല്ലേ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ അവിടെ ശമ്പളം കൊടുക്കുന്നത്.
വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? വേറെ ഒന്നുമില്ല. ഞങ്ങള് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സമീപനം ഇല്ലാണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടികൾ ഞങ്ങളായിട്ട് മുന്നോട്ട് പോകും. ആദ്യം ഞങ്ങളുടെ പ്രതിഷേധ മാർച്ചും ധർണയും ഉണ്ടാവും. അതിനും പഞ്ചായത്ത് ഭരണസമിതി മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രാപ്പകൽ സമരങ്ങൾ ഉണ്ടാകും. അതിനും പഞ്ചായത്ത് മാറ്റിയിട്ടില്ലാണ്ടെങ്കിൽ ഞങ്ങളുടെ യൂണിറ്റുകളിലെ മണ്ഡലങ്ങളിലെ ഭാരവാഹികളടക്കം സത്യാഗ്രഹം വരെ ഞങ്ങൾ ഇരിക്കും. കാരണം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഈ എടവണ്ണപ്പാറ, ഊർക്കടവ്, വാഴക്കാട് യൂണിറ്റുകളുടെ കൂടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ ഒഴിപ്പിക്കൽ ഒരു കാരണവശാലും തുടരാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ അനധികൃതമായ ഒഴിപ്പിക്കലുകൾക്കല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയും വന്ന് ഞങ്ങളെ കയ്യേറ്റക്കാരാണ് എന്ന് ചിത്രീകരിച്ചു കൊണ്ടുള്ള നടപടിയെ ഞങ്ങൾ ശക്തമായി എതിർക്കും. എല്ലാ ഭാഗങ്ങളും തീർന്നിട്ടില്ല, പല ഭാഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കുറെ ഭാഗങ്ങൾ നമ്മൾ ഈ സമരം പ്രഖ്യാപിച്ചത് എന്തിനാണ്? ഈ ഒഴിപ്പിക്കലിന് എതിരെയല്ല. നിയമം അനുസരിച്ച് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ മാറ്റി കൊടുക്കുക. നമ്മൾ തീരുമാനിച്ചത് തന്നെ. അത് ഇവിടെ സർവകക്ഷി യോഗത്തിലും പിന്നെ പഞ്ചായത്ത് വിളിച്ച യോഗത്തിലൊക്കെ നമ്മൾ അംഗീകരിച്ചത് തന്നെ. കയ്യേറ്റം എന്ന് പറഞ്ഞിട്ട് അത് കയ്യേറ്റം എന്ന് പറയുന്നത് പോലെയാണ്. ഞങ്ങളത് കയ്യേറ്റായിട്ട് അംഗീകരിക്കില്ല. കാരണം ഞങ്ങൾ സൗകര്യത്തിന് ഇറക്കി വെച്ചതാണ്. പിന്നെ ഉള്ളത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വരേണ്ടതുണ്ട്. ഒന്ന്, നമ്മളെ സമരത്തിൻ്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. എടവണ്ണപ്പാറ, വാഴക്കാട്, ഊർക്കടവ്. നമ്മുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇവിടെ ഇതുവരെ ഇങ്ങോട്ട് സംസാരിച്ചിട്ടുള്ളത്. ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇറക്കി കെട്ടിയത് പോലെ ലീഗലല്ലാത്ത കാര്യങ്ങൾ പൊളിച്ചു മാറ്റാനും എന്ന് പറഞ്ഞു. ഇവിടെ എടവണ്ണപ്പാറ ഒരുവിധം സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ഭാഗങ്ങൾ ഇനിയുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാലാവസ്ഥ ഒക്കെ അറിയുന്നതല്ലേ, അതുകൊണ്ടുള്ള ഒരു ഡിലേ വരുന്നുണ്ട് എന്നുള്ളൂ. അതിന് ഈ പൊളിച്ച് മാറ്റിയ ഇടത്ത് തന്നെ വീണ്ടും മാർക്ക് ചെയ്ത് തരുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ നിങ്ങൾക്ക് പോയാലും ചാനലിൽ പോയി കാണിച്ചു തരാവുന്നുള്ളൂ. നിങ്ങൾ വരികയാണെങ്കിൽ കാണിച്ചു തരാം. റെഡ് മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. റെഡ് മാർക്ക് അല്ല, ഫസ്റ്റ് ഇത്ര മാർക്ക് ചെയ്തു, പിന്നെയും കുറച്ചുകൂടി മാർക്ക്. ഇപ്പോൾ വാഴക്കാട് ഏരിയകളിൽ ചെയ്യുന്നുള്ളൂ. നമ്മളൊന്ന് എതിരൊന്നുമില്ല, ഞങ്ങളും അത് എല്ലാവരും ചെയ്തു പോരേണ്ടതല്ലേ. ഓക്കെ. പിന്നെ ഈ സമരം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത് കൊടുത്തത് ഈ പൊളിച്ചു മാറ്റലിനെതിരല്ല, പൊതുജനത്തിനെതിരല്ല. ഞങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും കയറാണ്ട്. പിന്നെ വാഴക്കാട് തന്നെ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി എന്താണ്? ഒരു ബസ് പോലും അവിടെ കയറുന്നില്ല. ബസ് സ്റ്റോപ്പ് പോലെ ഒന്ന് അവിടെ കുട്ടികളെ എത്ര വാഴക്കാട് സംബന്ധിച്ചിടത്തോളം കൂടുതലും ഹൈസ്കൂളുകൾ, സ്ഥാപനങ്ങളുള്ളതാണ്. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി നോക്കിയാൽ കാണാം വലിയ പാണ്ടി ലോറികൾ, കുറെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത്. അതൊരു ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ഈ സമരം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ ബന്ധപ്പെട്ടുകൊണ്ടല്ല. ഗ്രാമപഞ്ചായത്ത് മറ്റ് നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്ത് നൽകേണ്ടതുണ്ട്. അത് ചെയ്ത് നൽകാത്തത് കൊണ്ടാണ് നിങ്ങൾ പിന്നെ ഈ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് സംഘടന ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോയി പറയുമ്പോൾ അവർ പല കാര്യങ്ങളും നമ്മളും ഇങ്ങോട്ട് പറയാം, ഇതെന്ത് ചെയ്തില്ല. ഇപ്പോൾ ഇവിടെ തന്നെ വാഴക്കാട് ഡ്രൈനേജിൻ്റെ പ്രശ്നം എത്ര കാലമായിട്ട് കൊടുക്കുന്നു. ആ ചീനി ബസാറിൽ അതുപോലെ തായങ്ങാടിയൊക്കെ അതുവരെ പരിഹരിച്ചില്ല. എന്തെങ്കിലും മുന്നോട്ട് ഇറക്കി കെട്ടിയത് ഒഴിപ്പിക്കുന്ന ജാഗ്രത ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്നതിലും പഞ്ചായത്തിന് വേണം. അതാണ്, അതിനാണ് ആ ഒരു രീതിയിലേക്ക് പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ടാണ് നിങ്ങൾ സമരത്തിന് വരുന്നത്. ഇപ്പോൾ ഓരോ കടൻ്റെ മുന്നിലൊക്കെ ഓട്ടോറിക്ഷ നിർത്തിയിരുന്നത് ആ ചീനി ബസാറിൽ, അതുപോലെ ഐക്യർ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അവർ നമ്മളെ അടുത്ത് വരുമ്പോൾ ഇതെത്ര കാലമായിട്ട് പറയുന്നത്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ഇന്നുവരെ ആഗ്രഹിക്കുന്നത്. ഒരു ഏറ്റുമുട്ടലിന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഓക്കെ, പഞ്ചായത്ത് ഇവിടെ നടപ്പാക്കുന്ന നഗര പരിഷ്കാരങ്ങളോടോ അനധികൃതമായി കെട്ടിയെടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അതിനെ പൊളിച്ചു നീക്കുന്നതിനോ വ്യാപാരി വ്യവസായി ഈ കോർഡിനേഷൻ കമ്മിറ്റി എതിരല്ല. അതേസമയം വ്യാപാരികളുമായി ഒരു ഈ സമവായത്തിലെത്താതെ, വ്യാപാരികളെ കേൾക്കാതെ, വ്യാപാരികളുമായിട്ട് ഒരു സംഭാഷണം
പൂർണ്ണമായി നടത്തി അവരുടെയും കൂടി വിശ്വാസത്തിലെടുക്കാതെ ഉദ്യോഗസ്ഥന്മാർക്ക് പൂർണ്ണമായിട്ടും അവർക്ക് തോന്നിയതുപോലെ മാർക്കിടാനും പൊളിച്ചു നീക്കാനുമുള്ള അനുമതി പഞ്ചായത്ത് ഭരണസമിതി നൽകുകയും അതേ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രദേശങ്ങളിലൊക്കെ വന്ന് മാർക്കിട്ട് കൊടുത്ത് വീണ്ടും മാർക്കിട്ട്, ആദ്യം മാർക്കിട്ട സ്ഥലം പൊളിച്ചതിന് ശേഷം വീണ്ടും മാർക്കിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതും ശക്തമായ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലെത്തുന്നതും. എന്നാൽ ഇന്ന് പഞ്ചായത്ത് ചെയ്യേണ്ട അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പഞ്ചായത്ത് നമ്മുടെ വ്യാപാരികളോട് ഉറപ്പ് തന്നിട്ട് ചില കാര്യങ്ങളുണ്ട്. ഫുട്പാത്ത് കച്ചവടങ്ങൾ, ഇപ്പോൾ മുണ്ടുമയിലൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടെ വലിയ ഒരു ചന്ത പോലെ, ആഴ്ച ചന്ത പോലെ ഒരുപാട് വണ്ടികൾ വന്നിട്ട് അവിടെ കച്ചവടം ചെയ്യാൻ, അവിടെയുള്ള നികുതി കൊടുക്കുന്ന, ടാക്സ് അടക്കുന്ന കച്ചവടക്കാർ ഈ വഴിയോര കച്ചവടം കൊണ്ട് അവരുടെ കച്ചവടം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവർ ഭയങ്കര പ്രയാസം അനുഭവിക്കുകയാണ്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് പഞ്ചായത്താണ്. അത്തരം കാര്യങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുകൂടി ഞങ്ങളുടെ ഈ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.